എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ ബിഗ് 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 റെക്കോർഡുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാ റെക്കോർഡുകളും ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകളൊക്കെ ഏകദേശം തൂക്കിയിട്ടുണ്ട്. ഇനിയും തൂക്കാനിരിക്കുന്നുള്ളൂ. ഇനിയുണ്ട് 5 ദിവസം. പക്ഷെ ഒരു അഭ്യർത്ഥന ഉണ്ട്, ഇത്രക്കൊന്നും ഇടരുത് കേട്ടോ. സത്യമായിട്ട് പറയാം, അത് പറഞ്ഞ് കുഴങ്ങിപ്പോയി. അതായത് നന്ദന സിനിമയിലുണ്ടൊരു സീന്, ജഗതി ഇന്നസെന്റ് ഒരു ഇരുത്തോ കണ്ടിട്ടില്ലേ? സീനാണ് ഓർമ്മ വരുന്നത്. പറഞ്ഞിട്ട് കുഴങ്ങിപ്പോയി. ഇന്നലത്തെ ദിവസം എന്താ രസം എന്ന് പറയാം. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ എടുത്ത് നോക്കുക, സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുക, ഏതൊക്കെയാണ് റെക്കോർഡുകൾ ഇങ്ങനെ മാറി മറിയുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു. ഒരു കടന്നൽ ഇവിടെ അങ്ങനെ പോയോ എന്നൊരു സംശയം. കടന്നലാണോ അത്? കടന്നലാണെന്ന് തോന്നുന്നു. ഏതാണ് ഈ റെക്കോർഡുകളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണോ? ഏതോ വേട്ടാവളിയനാണല്ലേ. എന്താണെങ്കിലും പീക്കേന്റെ ഒരു ട്രോള് വന്നിട്ടുണ്ട്, റെക്കോർഡുകൾ തൂക്കിക്കൊണ്ട്. അത് തന്നെയാണ് ആളുടെ ക്യാപ്ഷനും. കണ്ടു നോക്കാം. എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് നോക്കാം. അതിനകത്ത് ഏതൊക്കെ പെടുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. ഓക്കെ. ബുക്ക് മൈ ഷോ വീണ് മായാവി തിയേറ്റർ ഓഫ്ലൈൻ ബുക്കിംഗ് രണ്ടും തീർന്നു. ടീം സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. നിലത്തിരുത്തിയില്ല അത്. എല്ലാവരുടെയും സെർച്ച് കീ ഒന്ന് തന്നെ, എമ്പുരാൻ. അവനാര് എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ. ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1,00,000-അടുത്ത് ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത്. അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചിത്രങ്ങളെ റെക്കോർഡ് എമ്പുരാൻ തിരുത്തി കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ ലിയോയുടെ പുഷ്പ 2 റെക്കോർഡ് തിരുത്തി. പറഞ്ഞോ നമുക്കിവിടെ എന്ത് പുഷ്പ എന്ത് ലിയോ. താല്പര്യപ്പെട്ട സിനിമ എമ്പുരാനായിരുന്നു. അതൊക്കെ ഫോട്ടോഷോപ്പിൽ റിലീസിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചിത്രം പ്രീ സെയിലിൽ നിന്ന് മാത്രം ലിയോയുടെ 12 കോടി മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പോളിസ് സീനാണല്ലോ. അയ്യോ പ്രതീക്ഷിച്ചു. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ മുൻകൂർ ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബുക്കിംഗും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മുളച്ചു പൊങ്ങും മുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്ന് മുള്ളിയാ മതി. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ് നല്ല കാതലുള്ള മരം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് റൗണ്ടുകളിൽ ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരെ ഇറക്കും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്പരിപ്പിക്കുന്ന കാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ. നീ എണ്ണി തുടങ്ങിക്കോ. കേരളത്തിലെ 90% തിയേറ്ററുകളിലും പറ്റില്ല. വേട്ടാവളിയന്മാർക്കറിയോ? ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ച മുൻപ് തന്നെ വിറ്റു തീർന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അവൻ തീരുമാനിക്കും. മുകളിൽ പറഞ്ഞ അവകാശ
അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. പോയി പറഞ്ഞ തിരിഞ്ഞവരും നോക്കില്ല. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഇനി എല്ലാ കണ്ണുകളും ഏതാണ് സാധനം? അബ്രാം ഖുറേഷിയിലേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കും തിയേറ്റർ ആരംഭങ്ങൾക്കായി കാത്തിരിക്കാം. എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ മോനെ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാണ്. ബ്ലാസ്റ്റ് ചെയ്തു മൊത്തത്തിൽ. പെട്രോൾ കത്തി 625 മോളിൽ കയറി 645 എത്തി. അല്ലടിയാ, ഒരു പാവം മനുഷ്യൻ ഒരു തോള് ചരിച്ച് ഇങ്ങനെ മെല്ലെ വന്നു. കയ്യിലൊരു ബൊക്കെ ഉണ്ടായിരുന്നു. അത് അടുത്തെത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് റീത്തായിരുന്നു. കൊണ്ടുപോയി വെച്ചു ബോക്സ് ഓഫീസിന്റെ നെഞ്ചത്ത്. അതും ഒരു കാര്യമാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു നടൻ, അയാൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഈ സമയമുണ്ടല്ലോ. നമുക്കറിയാം എന്തായിരുന്നുള്ളത്. നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ ലാലേട്ടൻ ഇതൊക്കെ മറന്നുപോയോ, ആളെന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു പോയിട്ടുള്ള സംഭവം. അത് ഇത്ര ഉള്ളടാ, ഒന്ന് ബാക്കിലേക്ക് നിന്നത് ഒരു വലിയ കുതിപ്പ് നടത്താനായിരുന്നു, അത്രേ ഉള്ളൂ. കുതിപ്പ് എന്ന് പറയുമ്പോ ഇജാതെ കുതിപ്പ് ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവൂല. വേറെ എന്താണെന്നറിയോ, പിന്നെ ഈ ഒരു മോശം സിനിമ സംഭവിക്കുമ്പോൾ അതിന്റെ ആ ഒരൊറ്റ പേരില് ജനമനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നൊരു പേരല്ല മോഹൻലാൽ. അതുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ അത് ഭദ്രമാണ്, അത് പേടിക്കണ്ട. എത്ര സിനിമ പൊട്ടി ഇതിനു മുമ്പ്. അതാ പറഞ്ഞ ഇത് മറ്റേതുണ്ടല്ലോ, ഈ സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, അതേപോലെ ഇങ്ങനെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പേരാണ്. സ്വർണ്ണ ലിപിയിൽ കൊണ്ട് എഴുതിയാലും അത് മാഞ്ഞു പോകും. അതെ, ഇത് ബ്ലഡ് കൊണ്ട് എഴുതാ. അതാ പറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന, അതായത് ലാലേട്ടൻ എന്നുള്ളത് മലയാളത്തിന്റെ അഹങ്കാരമാണ്. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു അഹങ്കാരം വരുന്നില്ല. പിന്നെന്താ, തീർച്ചയായും തന്നെയാണ് മോഹൻലാൽ. സത്യം. നമ്മള് എത്രയൊക്കെ ഇപ്പം ലാലേട്ടൻ സിനിമകൾ പോയിട്ട് അതൊക്കെ പൊട്ടിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സാധനം. അടുത്തൊരു ലാലേട്ടൻ സിനിമ വരുമ്പോഴും ഈ പ്രതീക്ഷ വാനോളം അങ്ങ് പോകും. നമ്മൾ അങ്ങ് എത്തും, നമ്മൾ മറന്നു ആ സംഭവങ്ങളൊക്കെ കിട്ടും. അത് ലാലേട്ടന് മാത്രം കിട്ടിയേക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അയ്യോ സൂചിപ്പിക്കാൻ വേണ്ടി പറയാന്ന് നിങ്ങൾ കരുതരുത്. ഇതിനുള്ള തെളിവാണ്. ഇപ്പം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇത്ര ആൾക്കാരുടെ ബുക്കിംഗ് അല്ലല്ലോ ഇപ്പോൾ ഇത് സംഭവിച്ചത്. അതെ, അത്രേ ഉള്ളൂ. ഇത്രയും വലിയ റെക്കോർഡുകൾ, അത് എണ്ണം പറഞ്ഞ് ഓരോന്ന് 24 മണിക്കൂറിൽ ഇടണമെങ്കിൽ അത് സത്യമാണ്, അല്ലാതെ മിത്തല്ല. അതാണ് അത് മനസ്സിലാക്കേണ്ട സംഭവമുള്ളൂ. കാരണം ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഇനി ഉള്ള കാര്യം പറയാമല്ലോ, ഈ ഒരു സംഭവം ഈ ഒരു കോളിലൊക്കെ ഉണ്ടാക്കാൻ അത് മൂപ്പരെ കൊണ്ടേ പറ്റുള്ളൂ. അത് ആർക്കും അറിയാത്തത്. അതെ, പല സമയത്ത് അത് അറിയാം, പല സമയത്ത് എന്താണെന്നറിയോ, ഇത് അറിയാത്തത് പോലെ ഭാവിക്കും അതൊന്നും അല്ല, ഒക്കെ ചുമ്മാ. പക്ഷെ അത് എപ്പോഴാണെന്നറിയോ, അത് ആളുടെ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ. അതായത് ഈ മോഹൻലാൽ ലേറ്റർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലും ശരിക്കും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളത്, പിന്നെ നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. ഇത് ഈ ഫാനിസം അങ്ങനെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ രണ്ട് ടീമുകൾക്കും ഈ രണ്ട് ആൾക്കാരെ ഒക്കെ ഇഷ്ടമാണ്. രണ്ടല്ല, എത്ര വിഭാഗം, അത് എത്രയൊക്കെ ആരുടെയൊക്കെ ഫാൻസാന്ന് പറഞ്ഞാലും നമുക്ക് അയാളോട് മാത്രമൊന്നല്ലല്ലോ ഇഷ്ടം തോന്നുക, ബാക്കിയുള്ളവരോടൊക്കെ ഇഷ്ടം തോന്നും. മറ്റുള്ള ആൾക്കാരുടെ സിനിമകൾ നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവും. ആ സാധനം ഒരു പൊടിക്ക് കൂടുതലുള്ള ഒരാളാണ് ലാലേട്ടൻ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾ എന്നും ജീവിക്കും എന്നുള്ളതാണ്. അതെ, ഈ നടൻ എന്നുള്ളത് നമുക്ക് ലാലേട്ടനോടുള്ള ഇഷ്ടം അതവിടെ ഉണ്ട്, അത് മറ്റൊന്നാണ്. ഈ കഥാപാത്രങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നത് വേറെ രീതിയിലാണ്. ആ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇല്ലേ, അത് എന്തൊക്കെ സംഭവിച്ചാലും മാറൂല. അതിനുള്ള തെളിവാണ് ഈ റെക്കോർഡുകൾ. യെസ്, ഇനിയും തൂക്കിയിരിക്കും. ഉള്ള കാര്യം പറയാലോ, 27-ാം തീയതി അല്ല 26-ാം തീയതി 12 മണി വരെ നോക്കിക്കോ, റെക്കോർഡുകൾ സകലമാന സാധനങ്ങളും തൂക്കിയിരിക്കും. ദീപക് ദേവ് പറഞ്ഞ പോലെ കത്തിച്ചിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അത്രല്ല.